ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീകൃഷ്ണ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങാം. ശ്രീ ഭഗവാന്റെ അവതാരകാര്യം സമീപിക്കാറായെന്ന് കണ്ട് ബ്രഹ്മാവും ദേവന്മാരും സനകാദികളും പ്രജാപതികളും ഏകാദശ രുദ്രന്മാരും ദ്വാദശാദിത്യന്മാരും അഷ്ടവസുക്കളും ഗന്ധർവന്മാരും സിദ്ധചാരണന്മാരും എല്ലാവരും ശ്രീകൃഷ്ണ ദർശനത്തിനായി വന്നു. നരലോക മനോഹരമായ ശരീരത്തോടുകൂടി അവതരിച്ച് സർവ കലുഷാപഹമായ യശസ്സിനെ എല്ലാ ലോകങ്ങളിലും വിസ്മരിച്ച പ്രഭുവിനെ കണ്ടിട്ടും പോരാ എന്നവർക്ക് തോന്നി. അവർ സ്വർഗോദ്യാനത്തിലെ പുഷ്പമാല്യങ്ങൾ കൊണ്ട് യഥൂത്തമൻ തിരുമേനിയെ മൂടി എന്ന് തന്നെ പറയാം. അവർ സാരഗർഭമായി സ്തുതിച്ചു, ഹേ നാഥ, കർമ്മബന്ധ മോചനത്തിനായി നിന്തിരുവടിയെ അനവരതം സേവിക്കുന്ന ഭക്തോത്തമന്മാർ പോലും അവിടുത്തെ സാക്ഷാത് ദർശനം സുലഭമല്ല. ആ ഭാഗ്യം ലഭിച്ച ഞങ്ങൾ ഈ പാതാരവിന്ദത്തെ നമസ്കരിക്കുന്നു. ഹേ അജിത, അത്ഭുതകരമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് കാത്ത് സംരക്ഷിക്കുന്നതും അവിടുത്തെ ക്രീഡയാണ്. സർവാത്മാവായ അവിടുത്തേക്ക് അതുകൊണ്ടൊരു ബന്ധവും സംഭവിക്കുന്നില്ല. അവിടുത്തെ പുണ്യകഥകളെ എത്ര കേട്ടാലും ഭക്തന്മാർക്ക് തൃപ്തി വരുന്നില്ല. എന്തെന്നാൽ കേൾക്കുന്തോറും അന്ധകരണം മേൽക്കുമേൽ പരിശുദ്ധമാകുന്നു. ആ പരിശുദ്ധി അന്യദേവതാ ഭജനം കൊണ്ടോ തപ സ്വാധ്യായാദികൾ കൊണ്ടോ കിട്ടുകയില്ല. ആത്യന്തിക ദുഃഖ നിവൃത്തിക്കായി ഭക്തന്മാർ ആർദ്രഹൃദയത്തിൽ ധരിക്കുന്ന കമലങ്ങൾ ഞങ്ങളുടെ അശുഭവാസനകൾക്ക് ധൂമകേതുവായി ഭവിക്കട്ടെ. ജ്ഞാനികൾക്കും കർമ്മികൾക്കും ഭക്തന്മാർക്കും പരമാശ്രയം ഈ പാദകമലം തന്നെയാണ്. ഭക്തന്മാർ സമർപ്പിക്കുന്ന വനമാലയെ നിന്തിരുവടി ലക്ഷ്മി ദേവിയേക്കാൾ അധികം പ്രീതിയോടുകൂടി സ്വീകരിക്കുന്നു. അത്ര കാരുണ്യമുള്ള അവിടുന്ന് ഞങ്ങളുടെ അശുഭങ്ങളെയെല്ലാം നീക്കിത്തരണമേ. യാതൊരു തൃപ്പാദം ഭക്തവാത്സല്യത്താൽ മഹാബലിയുടെ ശിരസിൽ വയ്ക്കപ്പെട്ടുവോ, ധർമ്മരക്ഷയ്ക്കായി യാതൊരു ശ്രീപാദം അസുരന്മാരെ ശിക്ഷിച്ചുവോ, ലോകപാവനിയായ ഗംഗ യാതൊരു പാദത്തിൽ നിന്ന് പുറപ്പെട്ടുവോ, ആ പാദം ഞങ്ങളെ പരിശുദ്ധരാക്കട്ടെ. പ്രഭോ, പ്രകൃതിക്കും പുരുഷനും പരനായ നിന്തിരുവടിയുടെ ശാസനയിൽ കഴിയുന്ന ഞങ്ങളാരും തന്നെ സ്വതന്ത്രരല്ല. സർവനിയന്താവും പുരുഷോത്തമനുമായ അവിടുത്തെ ശ്രീചരണങ്ങൾ ഞങ്ങൾക്ക് ക്ഷേമത്തെ ചെയ്യട്ടെ. ഹേ ഭഗവാൻ, ലോകോത്തര സുന്ദരികളായ 16,108 പത്നിമാരും അവരുടെ സകല കഴിവുകളും പ്രയോഗിച്ചിട്ടും നിന്തിരുവടിയുടെ ചിത്തത്തെ ലേശവും ഇളക്കാൻ സാധിച്ചില്ല. അവിടുത്തെ അമൃതകഥകളെ ശ്രവണദ്വാര സേവിച്ചും തൃപ്പാദ തീർത്ഥമായ ഗംഗയെ അംഗങ്ങളാൽ സ്പർശിച്ചും ജനങ്ങൾ പാപമുക്തരാകുന്നു. ഇപ്രകാരം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച ശേഷം ബ്രഹ്മാവും ശ്രീ ഗോവിന്ദനെ നമസ്കരിച്ചു പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ പ്രാർത്ഥിച്ചതനുസരിച്ച് നിന്തിരുവടി അവതരിച്ച് വേണ്ടതെല്ലാം ചെയ്തു. സജ്ജനങ്ങളിൽ ധർമ്മത്തെ വഴി പോലെ സ്ഥാപിച്ചു. ഹേ പുരുഷോത്തമ, അവിടുന്ന് യാദവ കുലത്തിൽ അവതരിച്ചിട്ട് 125 സംവത്സരം കഴിഞ്ഞിരിക്കുന്നു. വിപ്രശാപത്താൽ യദുവംശവും നശിച്ചതുപോലെയായി. അവതാരകാര്യത്തിൽ ഇനി ഒന്നും തന്നെ ചെയ്യേണ്ടതായി അവശേഷിച്ചിട്ടില്ല. അതിനാൽ അവിടുന്ന് സങ്കല്പിക്കുന്ന പക്ഷം സ്വധാമത്തിലേക്ക് എഴുന്നള്ളി കിങ്കരന്മാരായ ഞങ്ങളെ പരിപാലിച്ചാലും. ശ്രീ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയെ അംഗീകരിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഈ യാദവകുലം ആർക്കും അടക്കാൻ കഴിയാത്ത ശക്തിയായി തീർന്നിരിക്കുന്നു. സമുദ്രത്തെ കരയെന്ന പോലെ ഇവരെ ഞാൻ തടുത്തു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ നശിപ്പിക്കാതെ ഞാൻ മടങ്ങിയാൽ ഇവർ ലോകത്തെ നശിപ്പിക്കും. ഇവർക്ക് നാശം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇവരെ മുഴുവൻ നശിപ്പിച്ചിട്ട് ഞാൻ മടങ്ങി വന്നുകൊള്ളാം. അനന്തരം ദ്വാരകയിൽ പല മഹോൽപാദങ്ങളും കണ്ടു തുടങ്ങി. ഭഗവാൻ യദുവൃദ്ധന്മാരെ വിളിച്ചു പറഞ്ഞു, ദൂരധ്യേയമായ ബ്രാഹ്മണശാപം വന്നു കഴിഞ്ഞു. ജീവിതാശയുള്ളവർ ഇനി ഇവിടെ ഇരിക്കരുത്. ഉടനെ തന്നെ മഹാപുണ്യ സ്ഥലമായ പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകാം. അവിടെ സ്നാനവും പിതൃദേവതർപ്പണങ്ങളും ദാനധർമ്മങ്ങളും ചെയ്യാം. ഭഗവതാജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് യാദവന്മാർ യാത്രയ്ക്കൊരുങ്ങി. ഈ ആരംഭങ്ങളെല്ലാം ഭക്തോത്തമനായ ഉദ്ധവർ കണ്ടു. ഭഗവത് സങ്കല്പം എന്തെന്നും മനസ്സിലായി. ജഗതീശ്വരന്മാർക്ക് ഈശ്വരനായ സ്വാമിയെ ഏകാന്തത്തിൽ സമീപിച്ച് പാദമൂലങ്ങളിൽ വീണു നമസ്കരിച്ച് തൊഴുതുകൊണ്ട് പറഞ്ഞു, ദേവദേവേശ, സർവസമർത്ഥനായ നിന്തിരുവടിക്ക് ബ്രാഹ്മണശാപം തീർക്കാൻ ഒരു പ്രയാസവുമില്ല. എന്നിട്ടും അത് ചെയ്യാത്തതിനാൽ ഈ വംശം ഒടുക്കി സ്വധാമം പ്രാപിക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നു. കേശവ, അടിയനും നിന്തിരുവടിയെ അരക്ഷണം പോലും പിരിഞ്ഞിരിക്കാൻ ശക്തിയില്ല. ഇവനെയും കൂടെ കൊണ്ടുപോകേണേ. പരമമംഗലകരവും കർണപീയൂഷവുമായ അവിടുത്തെ ലീലാകഥകളെ ഒരു പ്രാവശ്യം കേൾക്കുന്നവനും മറ്റു വിഷയങ്ങളിലുള്ള മമതയെല്ലാം നശിക്കുന്നു. അങ്ങനെയിരിക്കെ ആ ലീലകളെ സദാ കണ്ട്
കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എന്ന് വേണ്ട ഒരിക്കലും പിരിയാതെ നിന്തിരുവടിയെ സേവിച്ച് പിറകെ നടക്കുന്ന ദാസനായ ഇവൻ എങ്ങനെ പിരിഞ്ഞിരിക്കും? അത് ചിന്തിക്ക വയ്യ സ്വാമി. ഇവനെ ഉപേക്ഷിക്കരുതേ. അവിടുന്ന് ധരിച്ചുപേക്ഷിച്ച വസ്ത്രം, മാല, ചന്ദനം മുതലായവയെ ധരിച്ചും ഉച്ഛിഷ്ടം ഭുജിച്ചും കഴിയുന്നവനാണ് ഈ ദാസൻ. അവിടുത്തെ മായയെ ഞാൻ ഭയപ്പെടുന്നില്ല. കർമ്മക്കടലിൽ മുങ്ങിക്കിടന്നാലും അവിടുത്തെ കഥാലാപം, സ്മരണം, കീർത്തനം എന്നിവയാൽ സംസാരത്തെ കടന്നുകൊള്ളാം. പക്ഷേ നിന്തിരുവടിയെ പിരിഞ്ഞിരിക്കാൻ സാധ്യമേ അല്ല. അതിനാൽ ദീനബന്ധോ ഇവനെ കൈവെടിയരുതേ. ഇപ്രകാരം തന്നെ ശരണം പ്രാപിച്ചവനും താനല്ലാതെ മറ്റൊരാശ്രയമില്ലാത്തവനും നിഷ്കളങ്കത്യനും തൻ്റെ പ്രേമഭാജനവുമായ ഉദ്ധവർ ദയനീയമായി യാചിച്ചപ്പോൾ ദേവകീപുത്രന്റെ ഹൃദയം കാരുണ്യത്താൽ അലിഞ്ഞുപോയി. തൻ്റെ പരമാർത്ഥ തത്വത്തെ ഉപദേശിച്ചുകൊണ്ട് ഭക്തന്റെ സർവസന്താപവും തീർക്കാൻ സങ്കല്പിച്ചുകൊണ്ട് തന്തിരുവടി പറഞ്ഞു തുടങ്ങി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.